വീക്കെൻഡ് ആയി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ വേണം. അത് നമ്മുടെ വീട്ടിൽ എല്ലാവർക്കും ഉണ്ടാവും. എന്തായാലും ചിക്കനോ ഇപ്പം അങ്ങനെയില്ല, എന്നും വീട്ടിൽ സ്പെഷ്യൽ തന്നെയാണ് ചിക്കനും ഫിഷൊക്കെ. എന്നാലും വീക്കെൻഡ് ആയി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ വാങ്ങണ്ടേ എന്ന് തോന്നില്ലേ? അതേപോലെ ഞങ്ങളും വീക്കെൻഡ് ആയപ്പോൾ കുറച്ചധികം ഫിഷ് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഫിഷ് എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഇത്തിരി ബുദ്ധിമുട്ടാണ്. ബാംഗ്ലൂർ നല്ല ഫിഷുകളും എത്ര പൈസ കൊടുത്താലും കിട്ടുന്നത് വളരെ കുറവാണ്. ടേസ്റ്റൊക്കെ ഭയങ്കര വ്യത്യാസമാണ്. പക്ഷേ പുഴമീൻ റിവർ ഫിഷൊക്കെ നന്നായിട്ട് കിട്ടും കേട്ടോ. നല്ല ഫ്രഷും കിട്ടും. അപ്പോൾ ഇന്ന് കുറച്ചധികം ഒന്ന് 2-3 കിലോ തന്നെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 തരത്തിലുള്ള മീനാണ് വാങ്ങിച്ചത്. നല്ല ഫ്രഷാണ്. പുഴമീൻ നല്ല ഫ്രഷായിട്ട് കിട്ടും. പക്ഷേ അതിൻ്റെ കറി വെച്ചാൽ വലിയ ടേസ്റ്റ് ഇല്ല കേട്ടോ. അപ്പോൾ നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ബിരിയാണി വെക്കാൻ എടുക്കാം, അതുപോലെ ഫിഷ് ബിരിയാണി വെക്കാം, അതുപോലെ ഫ്രൈ ചെയ്യാം. അങ്ങനെയൊക്കെ പല പല ഉപയോഗങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസം നമുക്കത് ഉപയോഗിക്കാമല്ലോ. ഫിഷ് ആഴ്ചയിൽ ഒരിക്കൽ വാങ്ങിക്കും. ഹസ്ബൻഡിന്, ചേട്ടന് ഫിഷ് ഇല്ലാണ്ട് പറ്റില്ല. അപ്പോൾ അതേ നന്നാക്കി എടുത്തിട്ടുണ്ട്. നല്ല ഫ്രഷ് ഫിഷാണ് കിട്ടിയത് കേട്ടോ. അപ്പോൾ രോഹു കിട്ടി, പിന്നെ അതുപോലെ രൂപിച്ചെന്തത് എന്തോ ആണ്, പക്ഷേ നല്ല ടേസ്റ്റ്, എനിക്കും ഇഷ്ടമാണ് കേട്ടോ. അപ്പം നല്ല മസാലയൊക്കെ പുരട്ടിയിട്ട് ഫ്രൈ ചെയ്യാനുള്ള ഒരുക്കപ്പാടിലാണ്. അപ്പോൾ മസാലയായിട്ട് ഞാൻ മുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഉപ്പ്, മഞ്ഞൾപ്പൊടി, പിന്നെ നല്ല കോട്ടിങ് കിട്ടാനായിട്ട് ഒരു 1/2 സ്പൂണൊക്കെ മല്ലിപ്പൊടി ചേർക്കും കേട്ടോ ഞാൻ. പിന്നെ വിനാഗിരി ചേർത്തിട്ടുണ്ട്, ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ട്, വേപ്പിൻ്റെ നിറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ചേർത്തിട്ട് ഫിഷ് ഫ്രൈ ചെയ്യാൻ പോകാൻ കേട്ടോ. അപ്പോൾ ഫിഷ് ഫ്രൈ എന്ന് പറയുമ്പോൾ വെളിച്ചെണ്ണയിലൊക്കെ ഒഴിച്ചിട്ട് വറക്കാമെന്ന് പറയുമ്പോൾ വല്ലപ്പോഴൊക്കെ ചെയ്യണോണ്ട് കുഴപ്പമൊന്നുമില്ല. ചെറിയ മീനൊക്കെ ആണെങ്കിൽ അങ്ങനെ ചെയ്യാറുണ്ട്. പക്ഷേ ഇത്രയും അധികം മീനൊക്കെ വറുത്ത് കഴിച്ചാൽ പണി കിട്ടും, കൊളസ്ട്രോളായിട്ടും എന്തൊക്കെയായിട്ടും. അപ്പോൾ ഞാൻ വിചാരിച്ചു എയർ ഫ്രയറിലായിരിക്കും പുഴമീൻ വറക്കാൻ പോകണമെന്ന് ഞാൻ മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഇത്ര അധികം ഫിഷ് ഞാൻ വാങ്ങിച്ചത്. പക്ഷേ ഹസ്ബൻഡിനൊന്നും വലിയ ഇഷ്ടമില്ല കേട്ടോ. എണ്ണയൊക്കെ ഒഴിച്ച് നാടൻ സ്റ്റൈലിലാണ് ഇഷ്ടം. പക്ഷേ നമ്മൾ ഇടയ്ക്കൊക്കെ ആരോഗ്യം ശ്രദ്ധിക്കണമല്ലോ. അപ്പോൾ ഇത്ര അധികമൊക്കെ വറുത്ത് കഴിച്ചാൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്നാലും എയർ ഫ്രയറിലാണ് ഞാൻ വറുക്കാൻ പോകുന്നത്. പിന്നെ ഈ പുഴമീൻ റിവർ ഫിഷൊക്കെ എയർ ഫ്രയറിൽ വറുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. എണ്ണ ഒഴിച്ച് വറുത്ത ആ ഒരു ടേസ്റ്റിനെ നമുക്ക് കിട്ടും. കാരണം ഇതിന്ന് ഒരു നെയ്യുണ്ട് ഇതിൻ്റെ. അപ്പോൾ അത് വറുക്കും തോറും ഇതിൻ്റെ നെയ്യ് മുകളിലോട്ട് ഇങ്ങനെ വരും. അപ്പോൾ എയർ ഫ്രയർ വറുത്താലും കുഴപ്പമില്ല കേട്ടോ, നല്ല ടേസ്റ്റാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. നല്ല ദശക്കട്ടിയുള്ള പുഴമീനൊക്കെ കിട്ടുമ്പോൾ എയർ ഫ്രയറിലൊന്ന് വറുത്ത് നോക്കും കേട്ടോ, നല്ല ടേസ്റ്റാണ്. മാത്രമല്ല ഓയിലൊക്കെ ഒന്ന് ബ്രഷ് ചെയ്യണമെങ്കിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം നമുക്ക്. പക്ഷേ എയർ ഫ്രയറിൽ വറുത്തെടുക്കുമ്പോൾ നമ്മൾ എണ്ണയിൽ വറുത്തെടുത്ത പോലെ തന്നെയാണ്. അതിൻ്റെ നെയ്യൊക്കെ ഉള്ളതുകൊണ്ട് നല്ല ഓയിലി ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ. ആ ഒരു പക്ക ഹെൽത്തൊക്കെ നോക്കണവർ എയർ ഫ്രയറിൽ ഒരു കുഴപ്പമില്ലാണ്ട് വറുത്ത് കഴിക്കും. പക്ഷേ നമുക്ക് ടേസ്റ്റ് വേണം, എന്ന എണ്ണ ഉപയോഗിക്കാനും പാടില്ല എന്നൊക്കെ വരുമ്പോഴാണ്, എന്നെപ്പോലുള്ളവർക്ക് ഒക്കെ ആകുമ്പോഴാണ് ബുദ്ധിമുട്ട് വരുന്നത്. അപ്പോൾ ഈ മീനൊക്കെ നല്ല മസാലയൊക്കെ പുരട്ടി റെഡിയായിട്ട് കുറച്ച് നേരം വെക്കണം കേട്ടോ. അപ്പം ഞാനിത് മുഴുവനൊന്നും വറുക്കാനൊന്നും പോകുന്നില്ല. ആവശ്യത്തിനെടുത്തിട്ട് ബാക്കി പിന്നെ എന്തായാലും ഗസ്റ്റുകളൊക്കെ വരുമല്ലോ, പിന്നെ ആവശ്യത്തിനടുത്ത് എടുക്കും കേട്ടോ. അപ്പോൾ 200 ഡിഗ്രിയിൽ ഞാൻ പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്രീ ഹീറ്റ് ചെയ്ത ശേഷം നമുക്ക് അതിലോട്ട് മീൻ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പം 200 ഡിഗ്രിയിൽ ഞാൻ പ്രീ ഹീറ്റ് ചെയ്തു. നല്ല ചൂട് വേണം. ഇത് എടുത്ത് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് അത് അതിൻ്റെ പരിപാടിയൊക്കെ കഴിക്കണം കേട്ടോ, അല്ലെങ്കിൽ അത് അതിൻ്റെ സ്റ്റീം ഇതൊക്കെ പോവും. അപ്പോൾ വേഗം നമുക്ക് മീനൊക്കെ വെച്ച് കൊടുക്കാം കേട്ടോ. ഒരുപാട് ക്വാണ്ടിറ്റി വെക്കേണ്ട, ഒരു 4-5 ഒക്കെ വെച്ചാൽ മതി കേട്ടോ, വലിയ ഫിഷല്ലേ. അപ്പോൾ ഇത് വെച്ചിട്ടുണ്ട്. ഇനി ഓയിൽ ബ്രഷ് ചെയ്യണമെങ്കിൽ മുകളിൽ ഓയിലൊക്കെ വെച്ച് കൊടുക്കാം കേട്ടോ, ഇങ്ങനെ തൂത്ത് കൊടുക്കാം. പിന്നെ വേഗം നമുക്ക് എയർ ഫ്രയറിലോട്ട് കയറ്റാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ സെറ്റിങ്സിൽ കണ്ട പോലെയാണ് ഞാൻ ചെയ്തത്. അപ്പോൾ സെറ്റിങ്സിൽ ഇതിൻ്റെ ഫിഷിൻ്റെ ആ ഒരു ഇത് വന്ന ആ ഒരു ഇതിൽ ഞാൻ കൊടുത്തപ്പോൾ 180 ഡിഗ്രിയിൽ അവർ 16 മിനിറ്റാണ് കാണിച്ചത്. പക്ഷേ അത്രയും സമയം കൊണ്ട് എനിക്ക് വെന്ത് കിട്ടിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ വീണ്ടും ഒരു 200 ഡിഗ്രിയിൽ വെച്ചിരുന്നു. പിന്നെ ഞാൻ ഫിഷ് ഫ്രൈ ചെയ്യുമ്പോൾ ഒരു പകുതി ആകുമ്പോൾ, ഇപ്പം 16 മിനിറ്റിൻ്റെ പകുതി ഒരു ആകുമ്പോൾ ഞാനത് എടുത്തിട്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ 2 വശവും നന്നായി മൊരിഞ്ഞ് കിട്ടുമല്ലോ എന്ന് കരുതിയിട്ട്. പക്ഷേ ഞാൻ രണ്ടാമത് വെച്ചപ്പോൾ 200 ഡിഗ്രിയിൽ വെച്ചു. എനിക്ക് തോന്നി ഫിഷിന് കുറച്ചുകൂടി വേവ് വേണമെന്ന്. അങ്ങനെ 200 ഡിഗ്രിയിൽ വീണ്ടും രണ്ടാമത് എടുത്തിട്ട് വീണ്ടും മറിച്ചിട്ടപ്പോൾ 200 ഡിഗ്രിയിലാണ് വെച്ചത്. അപ്പോൾ നല്ലോണം കുക്കായി കിട്ടിയിട്ടോ. ഇനി അതെല്ലാം നന്നായിട്ട് ഓവറായിട്ട് കുക്കാവണ്ട എന്നുണ്ടെങ്കിൽ അതേ ടൈം മതിയാവും കേട്ടോ. പക്ഷേ ഇവിടെ എൻ്റെ ചേട്ടനൊക്കെ നന്നായിട്ട് കുക്കാവണം, നല്ല ഫ്രൈ ആയിട്ട് കരിഞ്ഞ് മുരിഞ്ഞിരുന്നാലും കഴിക്കും. അങ്ങനെയായിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് നേരെ വിപരീതമാണ്, ഓപ്പോസിറ്റാണ്. എനിക്ക് മീനൊന്ന് ശാലോ ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് ഇഷ്ടം കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, അല്ല ഫിഷൊക്കെ അതിലെല്ലാം നെയ്യുള്ളതുകൊണ്ടും ഫ്ലഷൊക്കെ നല്ല ജ്യൂസി ആയിട്ട് ഇരിക്കണമായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. കുറച്ചൊക്കെ ഹെൽത്തിയും ആണല്ലോ. നമ്മൾ ഒട്ടും ഓയിൽ ഞാൻ ഉപയോഗിച്ചിട്ടില്ല. വേണമെങ്കിൽ ഒന്ന് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാമെന്ന് മാത്രം കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ചെയ്യുന്നത് തന്നെയാണ് എയർ ഫ്രയറിൽ ഫ്രൈ ചെയ്യുന്നത്. പക്ഷേ പുഴമീനൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ.